നമസ്കാരം. എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് പോലില്ല എൻ്റെ ലൈഫിൽ ഇതുവരെ. ഇപ്പം മേഡം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, ഒരു ഭയങ്കര ഒരുപാട് ക്രൗഡാണല്ലോ ഇവിടെ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സാധിച്ചു. താങ്ക് യു പ്രതീക്ഷേട്ട. ഇത്രയും പ്രതീക്ഷേട്ടൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നാളെ ഞങ്ങളുടെ ഈ സിനിമ റിലീസാവുന്നു. ജനനം 1947, പ്രണയം തുടരുന്നു. ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ്. ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് നമ്മൾ ചെയ്തതാണ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ്. ആരും ഈ സിനിമ ഒരു വലിയ ബെനഫിറ്റ് നോക്കി ചെയ്തവരല്ല. ആ സിനിമ എന്തോ ഞാൻ കഥ ദീപക്കിൻ്റെ അടുത്താണെങ്കിലും മേഡത്തിൻ്റെ അടുത്താണെങ്കിലും ജയരാജൻ്റെ അടുത്താണെങ്കിലും ചേട്ടനാണെങ്കിലും നന്ദനാണെങ്കിലും എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു. ആ കഥ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മയുടെ എഫർട്ടും ആ സിനിമയിൽ കൃത്യമായി കാണാനുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയൊന്നുമല്ല. ഇത് കൃത്യമായിട്ടൊരു ഫാമിലിക്ക് എൻ്റർടൈൻഡ് ആവുന്ന, കൃത്യമായ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നൊരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം. അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ പൂർത്തിയാവുന്ന സമയത്ത് ഇവിടെ ഒരു ഏകദേശം സിനിമയിൽ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള പല ആളുകളടുത്തും ചില ആൾക്കാരുടെ കഥ പിച്ച് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങളിത് തുടങ്ങിയത് ആക്ച്വലി. പക്ഷെ അത് പിന്നീട് അതൊക്കെ വലുതായി വന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇതൊരു ജെന്യുവിൻ കാസ്റ്റിങ്ങിലേക്ക് ഈ സിനിമ വരണം. കാരണം ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് ഇഷ്ടമാവുന്നത് അതിൻ്റെ കഥ പശ്ചാത്തലം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ആക്ടർ, അങ്ങനെ ഒരാളിലേക്ക് ചിന്തിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ ജയരാജൻ ചേട്ടനിലേക്ക് എത്തുന്നത്. പിന്നീട് നമുക്കൊരു ഇതിനകത്തൊരു നായികയെ വേണം. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള അങ്ങനത്തെ ഒരു മാനറിസം ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അങ്ങനെ ജയരാജൻ ചേട്ടൻ വരികയും പിന്നീട് ലീല മാമിൻ്റെ അടുത്ത് കഥ പിച്ച് ചെയ്യുന്നു. അതായത് കഥ ഞാൻ രാവിലെ അയച്ചു കൊടുക്കുന്നു. മേഡം രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു, വൈകിട്ടായപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എം ഹാപ്പി ടു ഡു ദിസ് ഫിലിം വിത്ത് യു. അങ്ങനെ ഇവിടെ എന്താണ് എന്ന് പോലും അറിയാതെയാണ് മാം ഇങ്ങോട്ട് വരുന്നത്. ഞാനതിന് മുന്നേ മാമിനെ കണ്ടിട്ടുള്ള മണിസാറിൻ്റെ ഫിലിമിലും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ചിത്രങ്ങളിലാണ് ഞാൻ മാഡത്തിന്. ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു ലീല മാം ഈ സിനിമയിലേക്ക് വരുമോ, ഞങ്ങൾക്ക് മാഡത്തിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ. കാരണം അങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു സന്നാഹമൊന്നും ഒരു ബാക്കപ്പോ ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കഥയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നാളെ സിനിമ ഞങ്ങൾ റിലീസിന് പോവുകയാണ്. വളരെ കുറച്ച് സ്റ്റേഷൻസേ എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം. കാരണം ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ സിനിമ നമ്മൾ കൊണ്ടുപോയി ചർച്ച ചെയ്തു. അവിടെ നിന്നൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലൊക്കെ ഫെസ്റ്റിവലിൽ പോകുന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സിനിമ കഴിയുന്ന സമയത്താണ്. അവിടുന്ന് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ച് സംസാരിക്കുന്നു. അവർക്ക് എന്നെ ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ അവർ സംസാരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അത് എന്നോടുള്ള പരിചയമല്ല, ആ സിനിമ അവരെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമ അവരെ അത്രയും ഇഷ്ടപ്പെടുത്തി, ആ സിനിമയോടുള്ള ഇഷ്ടമാണ് അവർ എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നുന്നു. ലൈക്ക് ഇതെൻ്റെ സക്സസ് അല്ല, അത് ആ സിനിമയുടെ സക്സസ്സാണ്. അപ്പം കണ്ടിട്ട് ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും തന്നെ പ്രണയം തുടരുന്നു എന്ന സിനിമയോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദേട്ടനാണെങ്കിലും ഞാൻ ഒരുപാട് വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തേരാപ്പാര തെക്ക് കൊടുക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു കഥയുണ്ടായി, ആ കഥയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി. ഓക്കെ, നമുക്കൊരു പ്രൊഡ്യൂസർ ആവുന്നില്ല, ഒരു ആക്ടറെ പിച്ച് ചെയ്യാൻ പറ്റില്ല, ഒന്നും നടപടിയാവാതെ വന്നപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് എന്നാൽ പിന്നെ ഈ സിനിമ ചെയ്തേക്കാം. ഇതിന് മുന്നേ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാതാവും എഴുത്തുകാരനുമായിരുന്നു ഞാൻ. അത് കോലുമിഠായി എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് 2017 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങളിപ്പം ഒരു ഏജ്, അത് കുട്ടികളുടെ സിനിമയായിരുന്നു. നെക്സ്റ്റ് ഒരു സിനിമ അതിൽ ഏജ് കാറ്റഗറിയിലായിട്ടുള്ളൊരു സിനിമ. അപ്പം ഒരു പ്രണയ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് സിനിമയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പ്രണയം നമുക്കൊരു ഒരു വാർദ്ധക്യത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ അതിനൊരു കുറച്ചും കൂടെ പുതുമയുണ്ടാവും. ആളുകൾക്ക് പുതിയൊരു
ഒരു പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും. ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കൺഫേമായിട്ടും എനിക്കുറപ്പുണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രേക്ഷകൻ പറയാൻ പോകുന്നത് പ്രണയം തുടരുന്നു എന്ന സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു എന്ന് തന്നെയാണ്.